അങ്ങനെ ചെറുപ്പത്തില് പുറത്തിറങ്ങില്ലേ, പഠിക്കണമെങ്കിൽ ഭയങ്കര പേടിയാണ്. ചെറിയ പേടിയല്ല, അതിഭയങ്കര പേടിയാണ്. എടാ പിണറായിക്ക് പേടിയതിനും പോലും ചെറുപ്പത്തിൽ. അതെന്തിനാ പേടി? പ്രേതത്തിന്. സഖാവിന് പ്രേതം പേടി. എടാ ഇത് ചിരിക്കണോ അതോ എന്താ സംഭവം മനസ്സിലായില്ല? എന്നാ സംഭവം എനിക്ക് മനസ്സിലായില്ല. എടാ ഇതെന്തല്ല കേൾക്കുന്ന ഇത് ഒരു 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 എന്താ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. പിണറായിനൊക്കെ മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാല്. എന്തത് പുള്ളി ആദ്യം നമ്മുടെ ലോകം ചൊല്ലുന്നു. പിന്നെ ഇപ്പൊ പ്രേതത്തിന്റെ പേടിയാന്ന്. അതിന്റെ കഥ മുഴുവനായിട്ട് പറഞ്ഞുതരാം. അത് കുറച്ചു നേരം മുമ്പ് നേരത്തുള്ളതെന്ന് വെച്ച് അമ്മാതിരി കഥകളായിരിക്കും ഈ അവിടെ ഇവിടെ എല്ലാം പ്രേതാന്ന് വിചാരിക്കും. അങ്ങനെ ചെറുപ്പത്തില് പുറത്തിറങ്ങില്ലേ, പഠിക്കണമെങ്കിൽ ഭയങ്കര പേടിയാണ്. ചെറിയ പേടിയല്ല, അതിഭയങ്കര പേടിയായിരുന്നു. അതായത് അമ്മാതിരിയാണ് കഥ. ഈ മറ്റേ പ്രേതം, മറ്റേ പിശാജ്, അത് ഇത് മറ്റേ ഉണ്ണിയാള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ വരും. അപ്പോ അമ്മ അടുക്കളയിൽ നിന്ന് അരക്കുമ്പോ അതിനടുത്ത് ആ പടിയുമേൽ വിളക്കം വെച്ചിട്ട് ഞാൻ പഠിക്കുക. കാരണം ഒറ്റക്കൊരു മുറിയിൽ ഇരുന്നിട്ട് പഠിക്കലൊന്നും എനിക്കൊന്ന് ആലോചിക്കാനേ പറ്റും. അവിടെ പ്രേതം എന്തായാലും ഉറപ്പല്ലേ. എടാ ഇത് കോമഡിയാണല്ലോ. പിണറായി ഇത്ര പേടിത്തൊണ്ടനാ പോലും. അല്ല പേടിത്തൊണ്ടനായിരുന്നു പോലും. പേടിത്തൊണ്ടനായിരുന്നോ? ആ പിന്നെന്താ? അതോ അമ്മയോടുള്ള വിശ്വാസമായിരുന്നു? ആ അമ്മയോടുള്ള വിശ്വാസമായിരിക്കും. അമ്മ പറഞ്ഞു പേടിപ്പിച്ചതല്ലേ ശരിക്കും? അല്ലേ? അതെ അതെ. അപ്പൊ പറ, ഇതൊക്കെ ഒരു മേക്ക് ബിലീഫാന്ന് സഖാവ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മനസ്സിലായി. ചെറുപ്പത്തില് കൊച്ചിന് ചോറ് വഴി കൊടുക്കും. അമ്മ എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്ത? എനിക്ക് വേണ്ട, എന്നൊരു സുഖമില്ല. അപ്പൊ പറയും മര്യാദക്ക് കഴിച്ചോണം, അല്ലെങ്കിൽ കോക്കാശിക്ക് പിടിച്ചു കൊടുക്കും. അത് ശരിയാ. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ കോക്കാച്ചിക്കാ? കോക്കാച്ചിയാ മങ്ങാച്ചിയൊന്നും അറിയില്ല. എന്താ പേടിപ്പിക്കുന്നു? അപ്പൊ ഇങ്ങനെയുള്ള കോക്കാച്ചി, പോക്കാച്ചി, പിന്നെന്തായിരുന്നു ഒറ്റക്കണ്ണൻ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. മാണ്ടു 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 എന്നോട് മാണ്ടു വരുന്ന മാണ്ടു വരെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനമൊക്കെ നമ്മള് ചെറുപ്പത്തില് നമ്മളെവിടെന്ന് പഠിക്കുക? അമ്മയോടുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടായതല്ലേ. പേടിയാണോ? അമ്മ പറഞ്ഞു പേടിപ്പിച്ചു എന്ന് വേണേ പറയാം. അമ്മ പറഞ്ഞ ആഖ്യാനങ്ങളായിരുന്നു, അഥവാ കഥകളായിരുന്നു. ആണോ? അപ്പൊ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്ന കഥകള് നമ്മുടെ ഹൃത്തിൽ പതിയും. മനസ്സിലായിനാ? അങ്ങനെയാണ് സഖാവിന് എന്ത് വന്നത്? പ്രേതത്തോട് പേടി വന്നത്. പ്രേതത്തോട് പേടി വന്നത്. അതിന്ന് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. കുട്ടികളെ ചെറുപ്പത്തിൽ ചൊല്ലി പഠിപ്പിച്ച അത് ഏക്കും. അതിനർത്ഥം ഇപ്പോൾ പിണറായിക്ക് പേടിയാന്ന് ഞാൻ പറഞ്ഞിരുന്നത്. പേടിയെന്ന് ബുദ്ധി വെക്കുന്ന കാലം വരെ അത് നിലനിൽക്കുന്നു പറഞ്ഞൂടെ? അങ്ങനെയുണ്ടല്ലോ. അത് ചില ആളെ കേസല്ലേ. മാറി ചിന്തിക്കുന്നവർ മാറി ചിന്തിക്കും. ബുദ്ധി എല്ലാവർക്കും വയ്ക്കണ്ടേ? അതാണ്. പിണറായി സംബന്ധിച്ചിടത്തോളം ഓക്കെയാ. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. എല്ലാവർക്കും ആ ബുദ്ധി വയ്ക്കില്ല. ഇല്ല. എന്തുകൊണ്ടാ? അല്ല അത് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മാറ്റിയതാണെന്ന്. അങ്ങനെ മാറ്റാൻ അവർക്ക് ബോധം വരണ്ടേ? അതാണ്. എന്തുകൊണ്ടാ ബോധം വരുന്നില്ല? എന്തുകൊണ്ടാ ബോധം നമ്മുടെ കുട്ടികൾക്ക് വരുന്നില്ല? അത് ചോദ്യമാണ്. ഒന്ന് ആലോചിക്കുന്നില്ല ആരും. അതാണ് ഏറ്റവും വലിയ ചിന്തയൊക്കെ വിട്. നമ്മൾ 1-ലോ 2-ലോ പഠിക്കുമ്പോ നമുക്ക് കുറെ ചിന്ത ഉണ്ടായിരുന്നു. ചോദ്യം ചോദിച്ച് കളിക്കും. ഈ മീൻ എന്താ ഇവൻ ഇങ്ങനെ? ഈ മീനിന്റെ കണ്ണെന്താ ഇങ്ങനെ? മഴ ഇത് എവിടെ നിന്ന് മഴ പെയ്യുന്നേ? അവിടെ എല്ലാം പൈപ്പ് ഇട്ടോ? ഇതെന്താ വരണേ? ഇതെന്താ ചന്ദ്രൻ അങ്ങനെ ഓടുന്നേ? ഇതെന്താ സൂര്യൻ ഇവിടുന്ന് വരുന്നേ? ഇങ്ങനെ കുറെ ചോദ്യങ്ങളായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോവുക. ഒരു ഡിഗ്രി കഴിയുമ്പോഴോ ഈ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ ഇതിന് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? ഇല്ല, അതും ഇല്ല. ഇപ്പൊ എന്താക്കി? ഉത്തരം കൊടുക്കുന്നതിന് പകരം ഉത്തരം കൊടുക്കാൻ അറിയാത്ത, ഉത്തരം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത കഴുതകൾ പഠിപ്പിച്ച് ചോദ്യം ചോദിക്കാൻ നട്ടലില്ലാത്ത കുറെ എണ്ണത്തിന് ഉണ്ടാക്കി കിട്ടും.
സത്യം. ആണോ? സഖാവോടെ പറഞ്ഞു എനിക്ക് ബുദ്ധി വെച്ച കാലത്ത് ഞാൻ തന്നെ കഷ്ടപ്പെട്ടു എന്ന്. ഈ കഷ്ടപ്പെടാനുള്ള ബുദ്ധിയും ലോജിക്കും പുള്ളിക്കുള്ളാണ്ട് രക്ഷപ്പെട്ടു. നമ്മുടെ കുട്ടികൾക്കോ വെള്ളം തൊടാണ്ട് വിഴുങ്ങും അല്ലേ? ആരെന്ത് പറഞ്ഞാൽ വിശ്വസിക്കൂ? അതിന് ലോജിക്കിലേക്ക് ആരും പോവില്ല. ഇവിടെ ക്ലാസ്സിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നിട്ടാ വെള്ളം തൊടാണ്ട് വിഴുങ്ങുക, എന്നിട്ട് പേപ്പറിൽ ഛർദ്ദിച്ച് വെക്കുക. സത്യം. അത് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. ഓക്കെ, അല്ല ഈ സിസ്റ്റത്തിനുള്ളിൽ തന്നെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ? ഇപ്പൊ താൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, മര്യാദയ്ക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടോ? ഇല്ല. ക്ലാസ്സിന്റെ തലേന്ന് കുറെ PDF നോട്ടും തരും, നമുക്ക് അത്രേ പഠിപ്പിച്ച് ഉള്ളൂ. ചതിച്ചോളാൻ പറയും. നാട്ടില്ല എന്നിട്ടല്ലേ ആർക്ക് എല്ലാവർക്കും പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പിള്ളേർക്ക് നട്ടലില്ലാഞ്ഞിട്ട് തിരിച്ചങ്ങ് ചോദിക്കണം. എന്താ പഠിപ്പിക്കുന്നവർക്ക് ഇപ്പൊ പറഞ്ഞൂടെ? ഇത് മാഷന്മാർക്കെല്ലാം പറഞ്ഞൂടെ എന്തിനാ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നു? എന്താ കുട്ടികൾ മാത്രമേ ഉത്തരവാദിത്വം ഏറ്റെടുക്കൊണ്ടു? അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് കാശിന് വില കിട്ടിയാൽ മതി. ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ. ഈ ചെയ്യുന്ന പ്രവർത്തിയോടുള്ള ആത്മാർത്ഥത. ആ സാധനം വരണം എന്നുണ്ടെങ്കിലേ ആ ജോലിയോട്, ആ ചെയ്യുന്ന വൃത്തിയോട് ഒരു കൂറും സാധനം വേണോ? അതല്ലേ ഞാൻ പറഞ്ഞ എന്തായാലും വേണം. അല്ലാതെ കാശുണ്ടാക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവർക്ക് അത് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. എവിടെ നിന്നൊക്കെ ഒരു സാധനം മേടിച്ചിട്ട് മാനേജ്മെന്റ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കുറച്ച് ലക്ഷം കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് അമർത്തും, എന്നിട്ട് അതിന്റെ പലിശ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്ന. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ സിസ്റ്റം മാറിയിട്ടും കാര്യമില്ലല്ലോ. ആത്മാർത്ഥത ഇല്ലാതെ അധ്യാപകർ ഉള്ളിടത്തോളം കാലം. ഈ ആത്മാർത്ഥ ഇല്ലാത്ത അധ്യാപകർ ഉണ്ടാവണം എങ്ങനെയാ? എന്തുകൊണ്ടാ? അണ്ണാക്കിൽ പിരിവെട്ട് പിള്ളേരില്ലോണ്ടാ, പിന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കുരുശാപം കിട്ടും. മറ്റേ കുരുശാപല്ല, കുരുശാപാണ് കിട്ടുന്നത്. മൂലക്കുരു പൊട്ടുന്ന ശാപം. വൃത്തിയോട് പറയാൻ പാടില്ല. ഇത് എന്ത് വൃത്തിയോട്? ഇവര് കാണിക്കുന്ന വൃത്തിയോടിന് അത്ര ഉണ്ടാ? എന്നാലും നമുക്ക് ഇവര് കാണിക്കുന്ന വൃത്തിയോടിന് അത്ര ഉണ്ട്. അത് പറ. അല്ല, അത് ശരിയാ. പിള്ളേരെ ഒരക്ഷരം പഠിപ്പിക്കൂല. പക്ഷെ അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് കുറെ അധ്യാപകരോട് അവരെ ഈ പറഞ്ഞല്ലോ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് അധ്യാപകരുണ്ട് തീർച്ചയായും ഇത് കുട്ടികളെ സ്വന്തം മക്കളെ പോലെ കണ്ട് എന്തിനിപ്പോ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വട്ടച്ചെലവിന് നമ്മൾക്കാട്ട് ഉയരങ്ങളിൽ എത്തണം ആഗ്രഹിക്കുന്ന എത്രയോ മാത്രമല്ല, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വട്ടച്ചെലവിന് വീട്ടുകാരെ എന്തൊക്കെ കൂടുതൽ വന്ന് പ്രൊഫസർമാരെ, മാഷ്മാരെ, ടീച്ചർമാരെ തീർച്ചയായിട്ടും ഇവരുടെ ഉള്ളിലെല്ലാം ഉള്ള ഫ്രസ്ട്രേഷൻ ഉണ്ട്. അവരാ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് പറയാൻ പറ്റാണ്ട് പോയ ഫ്രസ്ട്രേഷൻ അവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അതാണ് അതും കൂടി പറഞ്ഞത്. അല്ലെങ്കിൽ ഇത് അവർക്ക് ഉള്ളിലുണ്ട്. ഈ അധ്യാപകരെ ആക്ഷേപിക്കാൻ പാടില്ല. അതെനിക്ക് വ്യക്തിപരമായിട്ട് പറയാം. ആക്ഷേപിക്കുന്നല്ല. അല്ല, നീ പറഞ്ഞു വരുമ്പോ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. അല്ല, അതെന്താന്നറിയോ? ഇപ്പോ ചവറ്റോട്ടയുടെ ഉള്ളിൽ 2 മാണിക്കക്കല്ല് കിടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ മാണിക്കക്കല്ല് അവരൊക്കെ അറിയാലോ നമ്മളെല്ലാന്ന്. ഇവര് കേൾക്കുമ്പോ അവർക്ക് ഞങ്ങള് പറയാൻ പറ്റാതെ പോയതാണ് മക്കളെ, നിങ്ങളെങ്കിലും പറ എന്ന് അവര് പ്രാർത്ഥിക്കും. ആണോ? അല്ല, അത് 2 തരത്തിലും ചിന്തിക്കാം. എങ്ങനെ? നമ്മളെയും കൂടി അടച്ചാക്ഷേപിച്ചില്ലേ എന്നൊരു ചിന്തയും കൂടി വരാം. അടച്ചാക്ഷേപിച്ചു ചിന്ത അല്ല, അത് വരാൻ കാരണം തന്നെ അവര് തന്നെയാണുള്ള ബോധം വേണം. അവര് പ്രതികരിക്കണമായിരുന്നു. അവരും പ്രതികരിക്കണമായിരുന്നു. അല്ല, അവര് പ്രതികരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇപ്പൊ ഒരു മാഷ് പ്രതികരിച്ചു വിചാരിക്കും, പക വീട്ടുന്നത് ആ മാഷിനോടായിരിക്കൂല. അതാണ് നിലനിൽപ്പുണ്ടാവില്ല. ആ മാഷിനോടാവൂല, പിന്നെ ആ മാഷ് പഠിപ്പിക്കുന്ന കുട്ടികളോടായിരിക്കും. സഹിക്കുവോ? അങ്ങനെയുണ്ടോ? പിന്നെ അനുഭവത്തിലുള്ളതല്ലേ. മനസ്സിലായില്ല, ഒന്ന് വ്യക്തമാക്കണം. ഇപ്പൊ ഒരു ക്ലാസ്സിലുണ്ട് HOD ഒന്നിനും കൊള്ളില്ലാത്തൊരു എംബോക്കി, കാശും കൊടുത്ത് മറ്റേതും കൊടുത്ത് മറിച്ചതും കൊടുത്ത് എവിടെയെങ്കിലും കയറി ഇരുന്ന് നക്കി പിള്ളേരെ പഠിപ്പിക്കൂല. എന്നിട്ട് കയറി ഇരിക്കുന്ന എംബോക്കി വിചാരിക്കും. പഠിപ്പിക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മാഷന്മാരോ അയാൾക്ക് പ്രാർത്ഥന നല്ല വിവരമുള്ള മാഷന്മാരോ വന്നു. ഇവര് കുട്ടികളെ പഠിപ്പിച്ചു. കുട്ടികൾ കയറി ചോദ്യം ചോദിക്കുവോ? ചോദിക്കൂ. ഈ ചോദ്യം ചോദിക്കാൻ പഠിപ്പിച്ചിട്ട് മറ്റവന്മാരെ ക്ലാസ്സിൽ കയറി ചോദ്യം ചോദിക്കുവോ? ചോദിക്കൂ. അത്യാവശ്യം പിള്ളേർക്ക് തണ്ടു വന്ന പിള്ളേർ തിരിച്ചു ചോദിക്കുവോ? ചോദിക്കൂ. പണിയായോ? പണിയായി. ഇവരുടെ ഈഗോ ക്ലാഷിന് പിള്ളേർ നിന്നു കൊടുത്തില്ല, മാഷിന്റെ ഈഗോ സപ്പോർട്ട് ചെയ്ത് നിന്നു കൊടുത്തില്ല. പ്രശ്നമാക്കോ? പ്രശ്നമാകും. ഈ നേരത്ത് ഈ നല്ലതായിട്ട് പഠിക്കുന്ന മാഷന്മാരും യുവമാരായിട്ട് അടിയായി വിചാരിക്കും. ഇവര് ഈ പവർ വെച്ചിട്ട് മാഷിനിട്ട് പെട്ടെന്ന് പണിയാൻ പറ്റുള്ളൂ. പോയി പണി നോക്കാൻ പറയും. ഇപ്പൊ പുള്ളിക്കിട്ട് ഒരു ഇരട്ടിന്റെ പണിയോ എക്സാം ഡ്യൂട്ടി ഒക്കെ കൊടുത്ത് ഭ്രാന്ത് പിടിപ്പിച്ചോളൂ. ചിലപ്പോ 3 മണിക്കൂറിന്റെ എക്സാം ഡ്യൂട്ടി 2 അടുപ്പിച്ചിട്ട് ഭ്രാന്ത് പിടിക്കും. പക്ഷെ അവർക്ക് നോക്കിയാ അവര് സഹിക്കും. ഈ പഠിപ്പിക്കുന്ന പിള്ളേർക്ക് അതിന്റെ പേരിൽ ഇന്റൽ മാർക്ക് വെട്ടിക്കുറച്ചാ സഹിക്കുവോ? ഞാൻ പ്രതികരിക്കുന്നതിന്റെ പേരിൽ എന്റെ കുട്ടികൾക്ക് ഇന്റൽ മാർക്ക് വെട്ടിക്കുറച്ച് 1 മാർക്ക് പോയി, ഞാൻ എന്ത് ചെയ്യണോ? പ്രതികരിച്ചോണ്ടിരിക്കണം, വേറൊന്നുമില്ല. ആ പിള്ളേരെ കാട്ടിക്കളയാനോ? എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പറ?
അങ്ങനെയാണ് പലരുടെയും വായ അടഞ്ഞു പോയത്. അവർക്ക് വേണ്ടി അവർ മേടിച്ചിട്ടല്ല, കൂടെ നിൽക്കണ പിള്ളേർ വെക്കുന്നതിനും പറ്റുമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കാണ് ആണോ വേണ്ടത്? അതെ, ഒരുപാട് ഒരിക്കൽ നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് നമുക്ക് നെഗറ്റീവ് വശങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്യാണ്ടിരിക്കുകയല്ല വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം എങ്ങനെ അത് ചെയ്യാം. പറയാൻ എളുപ്പാന്ന് മാത്രമല്ല, അപ്പൊ ഈ സിസ്റ്റം അങ്ങനെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് പറയും. സിസ്റ്റം മാറണമെങ്കിൽ ചോദിക്കേണ്ടത് കുട്ടികൾ ചോദിക്കണം, വാ തുറന്ന് ചോദിക്കണം. അങ്ങനെ കുട്ടികളെ പ്രാപ്തരാക്കണോ, അല്ലാതെ പക്ഷം എവിടെ നിന്നാക്കണോ? വീട്ടിൽ നിന്നാക്കി വിടണം, നട്ടെല്ലാം ഉണ്ടാക്കി തരണം. വീട്ടിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, അതിൽ പൊട്ടിക്കേണ്ട കുരുവാണ് ആദ്യം. കുരുശാപം എന്നുള്ള മൂലക്കുരു ആദ്യം പൊട്ടിച്ചു തരാം. ആ കുരു ആദ്യം പൊട്ടിക്കണം. എന്താ അറിയോ, പിള്ളേര് വല്ലതും തലതിരിച്ച് ചോദിച്ചാ, പിള്ളേര് വല്ലതും ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാ, ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണെന്ന് വിചാരിക്കും. ഇംഗ്ലീഷ് പ്രൊഫസറോട് വെർബിന്റെ V1 V2 V3 ഫോം ഇത് അറിയാൻ പാടില്ലാത്തൊരു പ്രൊഫസറോട് ആ കൊച്ചത് ചോദിച്ചാൽ തെറ്റോ ശരിയോ? തെറ്റ് അല്ല, ശരി. മാഷ് തെറ്റ്. സാധനം കത്തിയാ. ഇതിന്റെ പേരില് ഇങ്ങനെ നിങ്ങൾ തലയിരുത്ത ഗുരുത്തക്കേടി അയക്കരുത്, ഗുരുശാപം കിട്ടും എന്ന് പറഞ്ഞവനോട് എന്ത് പറയണം? പിള്ളേര് പേടിക്കുവോ? കാരണവന്മാര് പറയും നിങ്ങൾ ഗുരുത്തക്കേട് കാണിക്കരുന്ന്. അവർക്ക് പറഞ്ഞു കൊടുക്കണം ഗുരു ആരാന്നും കുരു ആരാന്നും. നീ ഒരു സ്ഥലത്ത് വട്ടം ചുറ്റി നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയാണ്ട് ഓടന്ന് എന്നെ കൈ പിടിച്ച് അപ്പുറത്ത് കൊണ്ട് എത്തിക്കണവനാണ് ഗുരു. അതിപ്പോ പൊറോട്ട അടിപ്പിക്കാൻ പഠിപ്പിച്ച ആശാനാണെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ആശാനാണെങ്കിലും അത് തന്നെയാണ്. അല്ലാണ്ട് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിട്ട് പാസ്സാവും. ഇപ്പൊ PhD ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമാണ്. ആർക്കെങ്കിലും കുറച്ച് കാശ് കൊണ്ട് കൂടെ കൊടുത്തിട്ട് ആരെ കൊണ്ടെങ്കിലും എഴുതിക്കും, കൊണ്ട് മേടിക്കും, ഒരു PhD ഇങ്ങനെ മേടിക്കും. എന്നിട്ട് മാനേജ്മെന്റിന്റെ പക്കൽ ഒരു 60 ലക്ഷമോ 1 കോടിയോ സ്ഥലം വിട്ടിട്ടോ ഭാര്യയുടെ സ്വർണം വിട്ടിട്ടോ അപ്പൊ നമ്മളാണെങ്കിൽ സ്വന്തം സ്വർണം, ശ്രീധരം കിട്ടിയ സ്വർണം വിട്ടിട്ടോ കൊണ്ടിട്ട് അടങ്കലങ്ങ് കൊടുക്കും. എന്നിട്ട് കയറിയിരിക്കും. എന്നിട്ട് പിള്ളേരോട് ആത്മാർത്ഥതയില്ല, ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥതയില്ല. മാസം 1.5 ലക്ഷം ശമ്പളം മേടിച്ചിട്ട് തിന്ന് നക്കി നിൽക്കും. പഠിപ്പിക്കൂല. ലാസ്റ്റ് ഒരു നോട്ട് അങ്ങ് കൊടുക്കും, നിങ്ങൾ അങ്ങ് പഠിച്ച് എഴുതിക്കോ. ഇവരെ ആ പേര് വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരാ പേര് വിളിക്കേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ. എന്നാ അവരെ അടുത്ത് നിങ്ങൾ പച്ചയ്ക്ക് പറയുക. എന്ത് പറയണോ? ഇത് പണി പറ്റൂല, മര്യാദയ്ക്ക് പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിച്ചിട്ട് പോകണം, അല്ലാണ്ട് ഇവിടെ ആയപ്പോൾ നടക്കൂല. പിള്ളേർക്ക് എന്താ പ്രശ്നം? ഗുരുശാപം കിട്ടുമെന്ന് ആണോ? സഖാവ് അമ്മയോട് എന്താ പറഞ്ഞേ? അമ്മ പറഞ്ഞു കേട്ടു, പക്ഷെ സാധനം തെറ്റാണെന്നുള്ളത് അമ്മയ്ക്ക് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സഖാവ്. മനസ്സിലായോ? സഖാവ് അത് അമ്മയ്ക്ക് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അമ്മേ ഇതിങ്ങനെയൊന്നല്ല, ഈ സംഭവം തെറ്റാണെന്നുള്ളത്. എന്താ നമ്മൾ മനസ്സിലായ? പുള്ളി സ്വയം തിരുത്തി. ഇതുപോലെ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് തിരുത്താൻ തയ്യാറാവുന്നില്ല? മെയിൻ പേടി ഇതാണ്. വീട്ടുകാരും പറഞ്ഞ് പേടിപ്പിക്കും, ഗുരുശാപം കിട്ടുമെന്ന്. അതിന്റെ ഉത്തരം തരട്ടെ. നമ്മൾ അർജുനൻ കേട്ടുണ്ടോ? മഹാഭാരതത്തിലെ അർജുനൻ. അർജുനന്റെ ഗുരുനാഥനാരാ? ദ്രോണാചാര്യർ. അപ്പൊ ഈ ദ്രോണാചാര്യരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് അർജുനൻ. ഈ ദ്രോണാചാര്യരോട് അർജുനൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവാണെന്ന് ഞാൻ നോക്കൂല, തണ്ടിത്തരം കാണിച്ചാൽ കാലിയം വിട്ടുന്നു. ശാസ്ത്രവിരോധം. കാൽക്കല് ശരണം പ്രാപിച്ച ദുരിതനെ ചവിട്ടാൻ നോക്കി പറഞ്ഞു, ഗുരുനാഥനെ ഞാൻ നോക്കൂല, തണ്ടിത്തരം കാണിച്ചേക്കരുന്ന് അർജുനൻ പറഞ്ഞു. അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കുറച്ച് എളുപ്പം പറയാം. ബാഹുബലി. അയ്യെന്നൊക്കെ വിട്. ബാഹുബലി ബാഹുബലി കമ്പയർ ചെയ്തല്ല എങ്കിലും പിള്ളേർക്ക് മനസ്സിലാൻ വേണ്ടി. ബാഹുബലിയില് ശിവഗാമി ദേവി ബാഹുബലിനെ പഠിപ്പിക്കും, ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിൽ മുമ്പില് ആര് വന്നാലും എതിർത്ത് നിന്നോണെന്ന്. അതന്നെയല്ല അവൻ പറഞ്ഞത്, അമ്മ ചെയ്ത് തെറ്റെന്ന്. പക്ഷെ അവൻ കുറ്റക്കാരനായി പോയി. സമൂഹം അതാണ്. പക്ഷെ തിരിച്ചു പറയാൻ പഠിക്കണം. അത് അമ്മ ചെയ്ത് തെറ്റ് എന്നല്ല പറയേണ്ടിയിരുന്നത്. അർജുനൻ പറഞ്ഞോളെ പറയണായിരുന്നു. എന്താ പറഞ്ഞേ? തെളിച്ച് കൃത്യം സ്പഷ്ടമായിട്ട് കാര്യം പറഞ്ഞായിരുന്നു. അപ്പുറത്തുള്ളവർക്ക് വേദനിക്കുന്നത് നോക്കാൻ നിൽക്കാണ്ട് അർജുനൻ അന്ന് കാര്യം പറഞ്ഞോലെ കാര്യം പറഞ്ഞായിരുന്നു. അത് വിടാ, അവരെന്തെങ്കിലും. ഇത് കുട്ടികൾ ഇത് പറയാൻ പഠിക്കണം, മാന്യമായിട്ട് പറഞ്ഞാൽ മതി. പക്ഷെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കും. വേണ്ടത് അട്ടലുള്ളവന്മാര് ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ, എടോ 50 കുട്ടികളുണ്ടേ, കുട്ടികളുടെ ജീവിതം വേസ്റ്റ്, പാരന്റ്സ് ജീവിതം വേസ്റ്റ്, പ്രത്യേകിച്ച് പോണു, വേറെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് പൊക്കോട്ടേന്നേ. ഇത് ആ കിഴങ്ങന്മാർക്കുള്ളതല്ലെന്നേ.
കുറച്ച് തലയിൽ ആൾതാമസമുള്ളവന്മാരെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവര് മാത്രം വിചാരിച്ചുകൊണ്ട് ഇത് മാറാൻ പോകുന്നില്ല, അതാണ് സത്യം. ഒരാൾ മാറുമോ? എടാ ഒരാൾ മാറി, ആ വ്യക്തി മാത്രമേ മാറുന്നുള്ളൂ. അവന്റെ കൂടെയുള്ള കൂട്ടുകാരൻ ഒരുത്തൻ മാറുമോ? ഇല്ല, മാറുന്നില്ല, അതാ പ്രശ്നോ. മതി, എനിക്ക് വയ്യ, നീ എന്തെങ്കിലും കാക്ക്, ഇതിങ്ങനെ അങ്ങ് പോട്ടെ, സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നാണ് ഭൂരിപക്ഷം. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് മാറാൻ പോകുന്നില്ല, അതാണ് സത്യം. അതെന്തുകൊണ്ട് മാറില്ല? ആദ്യേ പറഞ്ഞ് പേടിപ്പിച്ചു. അണ്ണാക്കില് പഴം തിരികെ വെച്ചു. നട്ടലിന് പകരം വാഴപ്പിണ്ടി. അതെ, നട്ടലിന് പകരം വാഴപ്പിണ്ടി.